യുഎസുമായുള്ള ഇറാന്റെ രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്ക് ജനീവയിൽ സമാപനമായി. യുഎസുമായുള്ള കരാറിലേക്കുള്ള വഴി തുറന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഗൌരവമേറിയ ചർച്ചകൾക്കിടയിൽ കരാറിന്റെ പ്രധാന തത്വങ്ങളിൽ ഇറാനും യുഎസും ധാരണയിലെത്തിയെന്ന് അരാഗ്ചി വെളിപ്പെടുത്തി. എന്നാൽ ഇതിനിടയിലും ട്രംപിന് ഖമേനിയുടെ മുന്നറിയിപ്പ്. 3 എക്സ് പോസ്റ്റുകളിലായി യുഎസ് സൈന്യത്തിനും ട്രംപിനുമാണ് ഖമേനിയുടെ ഭീഷണി. ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചയുടെ തുടർച്ചയാണ് ജനീവയിൽ നടക്കുന്നത്. ഇറാൻ യുഎസുമായി കരാറിലെത്താൻ താൽപര്യപ്പെടുന്നുണ്ട് എന്നാണ് ചർച്ചയ്ക്ക് മുൻപായി ട്രംപ് പറഞ്ഞത്. എന്നാൽ നേർവിപരീതമാണ് ഖമേനിയുടെ നിലപാട്. ട്രംപിന്റെ മുൻവാക്കുകളെ ആധാരമാക്കിയാണ് ഖമേനി ട്രംപിനെ നേരിട്ട് വെല്ലുവിളിക്കുന്നത്. 47 വർഷമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് യുഎസ് പ്രസിഡന്റ് പറഞ്ഞത്. അത് നല്ലൊരു കുറ്റസമ്മതമാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കും ഇതിന് സാധിക്കില്ല എന്നാണ് ഒരു പോസ്റ്റ്. യുഎസ് സൈനിക ശക്തിയെ കുറച്ചു കാണിക്കുന്നതാണ് മറ്റൊരു പോസ്റ്റ്. ഇത് ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം തങ്ങളുടേതെന്ന് യുഎസ് പ്രസിഡന്റ് ആവർത്തിച്ചു പറയുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശേഷിക്കും ചിലപ്പോൾ കഠിനമായി പ്രഹരമേൽക്കാം. അതിനുശേഷം അവർക്ക് വീണ്ടും എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല എന്നാണ് ഖമേനിയുടെ വാക്കുകൾ. യുഎസിന്റെ നാവിക വിന്യാസത്തെ പറ്റിയാണ് ഖമേനിയുടെ മൂന്നാമത്തെ പോസ്റ്റ്. യുഎസിന്റെ യുദ്ധക്കപ്പലുകളെ മുക്കാൻ സാധിക്കുന്ന ആയുധം കയ്യിലുണ്ട് എന്ന ധ്വനിയാണ് പോസ്റ്റിലുള്ളത്. ഇറാനിലേക്ക് യുദ്ധക്കപ്പൽ അയച്ചു എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും യുദ്ധക്കപ്പൽ എന്നത് അപകടകരമായ സൈനിക സന്നാഹം തന്നെയാണ്. യുദ്ധക്കപ്പലിനെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധമാണ് അതിനേക്കാൾ അപകടകാരി എന്നാണ് എഴുതിയിരിക്കുന്നത്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടെ 2 യുഎസ് വിമാനവാഹിനി കപ്പലുകളാണ് യുഎസ് പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം പശ്ചിമേഷ്യയിലെത്തിയ USS എബ്രഹാം ലിങ്കൺ ഇറാന് സമീപത്തായുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ആഴ്ചകൾക്കുള്ളിൽ പശ്ചിമേഷ്യയിലെത്തും. യുഎസിന്റെ സൈനിക വിന്യാസത്തിന് തിരിച്ചടിയായി ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനിക അഭ്യാസം നടത്തുകയാണ്. അതിനിടയിൽ യുഎസുമായുള്ള ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ കടലിടുക്കിൽ സൈനികാഭ്യാസം ഇറാൻ നടത്തിയിരുന്നു. ഗൾഫ് മേഖലയിലെ എണ്ണ വിതരണത്തിന്റെ പ്രധാന റൂട്ടായ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടാണ് സൈനികാഭ്യാസം നടത്തിയത്. ഇറാനിൽ നിന്നും തൊടുത്ത മിസൈലുകൾ കടലിലെ ലക്ഷ്യങ്ങളിൽ പതിച്ചതായാണ് വിവരം. ആണവ കരാറുമായി ബന്ധപ്പെട്ട് കൃത്യമായ കരട് നിർദ്ദേശം 2 ആഴ്ചയ്ക്കകം രേഖാമൂലം കൈമാറാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചതായി യുഎസ് വൃത്തങ്ങൾ അറിയിച്ചു. ചില മേഖലകളിൽ ഇറാൻ യുഎസ് ചർച്ച നല്ല രീതിയിൽ നടന്നതായി യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞു. എന്നാൽ യുഎസ് പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ച ചില ഉപാധികൾ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിച്ചതായും അദ്ദേഹം ഫോക്കസ് ന്യൂസിനോട് പറഞ്ഞു. ജനീവ ചർച്ച വിജയിച്ചതിൽ UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് സംതൃപ്തി പ്രകടിപ്പിച്ചു. ജനീവയിൽ ചർച്ച നടക്കുന്നതിനിടെ ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി തത്സമയ സൈനിക പരിശീലനത്തിന് അടച്ചിട്ടതായി ഇറാൻ പ്രഖ്യാപിച്ചത് ആശങ്ക പടർത്തിയിരുന്നു. ഏതാനും മണിക്കൂറുകളാണ് കടലിടുക്ക് അടച്ചിട്ടത്. അഭ്യാസ ഭാഗമായി ഇറാനിൽ നിന്നും അതിന്റെ തീരത്തു നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഹോർമുസ് കടലിടുക്കിലെ ലക്ഷ്യങ്ങളിൽ പതിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നുപോകുന്ന നിർണായക അന്താരാഷ്ട്ര വ്യാപാര പാതകളായ ഹോർമുസ് കടലിടുക്ക്, പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലാണ് തിങ്കളാഴ്ച ഇറാൻ അർദ്ധസൈനിക വിഭാഗം അഭ്യാസം നടത്തിയത്. പോർ വിമാനങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള യുദ്ധോപകരണങ്ങൾ മേഖലയിൽ എത്തിക്കാൻ അമേരിക്കയും തിരക്കിട്ട നീക്കത്തിലാണ്. ഇറാനെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നും ശത്രുവിന്റെ യുദ്ധക്കപ്പലുകളിൽ കടലിൽ മുക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്നും ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനി ഓർമ്മിപ്പിക്കുകയാണ്. ആണവ പദ്ധതിക്കായുള്ള ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുകയും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉപയോഗിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിപ്പിക്കാനുമാണ് യുഎസ് ശ്രമിക്കുന്നത്. എന്നാൽ ഇവ രണ്ടിലും ഇറാൻ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. തങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്ന ഉപരോധങ്ങൾ ഇളവ് വരുത്തിയാൽ ഇക്കാര്യങ്ങൾ പരിഗണിക്കാമെന്നാണ് ഇറാൻ സംഘം അറിയിച്ചത്. എന്നാൽ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ നിഴൽ ഗ്രൂപ്പുകൾക്കുള്ള സഹായം അവസാനിപ്പിക്കുകയും മിസൈൽ പദ്ധതി നിർത്തിവെക്കുകയും ചെയ്താൽ മാത്രമേ ഉപരോധത്തിൽ ഇളവ് വരുത്താനാകൂവെന്നും യുഎസ് കടുംപിടുത്തം തുടരുന്നു. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധി 300 കിലോമീറ്ററിൽ നിലനിർത്തണമെന്നും യുഎസ് സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇസ്രയേലിനെ സഹായിക്കാനാണെന്നാണ് നിരീക്ഷണം. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 300 മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചാൽ ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ കേന്ദ്രങ്ങൾ ആക്രമിക്കാനാകില്ല. എന്നാൽ ചർച്ചകൾ പകുതിയെത്തി നിൽക്കുകയും ഇനിയും ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.